മക്കളെ സേഫ് അല്ലേ? എച്ചാതി മഴയാണെന്നറിയോ? മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എവിടെയും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് വിചാരിക്കുന്നു. വെള്ളം കയറിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫാട്ടോ. എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും സേഫാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരും കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അത്രമേൽ കാറ്റും മഴയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു മഴ പെയ്യാന്ന് പറയുന്നത് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതല്ല. ഈ മഴയൊന്ന് നിന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ അവസ്ഥകൾ പോകുന്നത്. ഈ ഒരു മഴയത്തെങ്കിലും ഒരു ദുരന്തങ്ങളും ഉണ്ടാവില്ലേ എന്ന് പ്രത്യേകിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മഴ കൊണ്ട് റെഡിയാണെങ്കിൽ പോലും പക്ഷെ പല സ്ഥലങ്ങളിലും വെള്ളം കയറി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയും മഴ നമ്മളെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കാളും. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാവല്ലേ എന്ന് വിചാരിക്കുന്നു. ഇവിടെ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അറിയാലോ, ഒരുപാട് വാഴകൾ. നിങ്ങൾ അറിയപ്പോൾ ഞാനും വാഴയാണ്. ഞാനല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറകിലും സൈഡിലും മുമ്പിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ വാഴകളൊക്കെ നട്ടിട്ടുണ്ടായി. ഒരുവിധം വാഴയൊക്കെ ഒടിഞ്ഞ് വീണുപോയി കാറ്റുകൊണ്ട്. കൊല വന്നതും കൊല വരാത്തതും. മറ്റേ സുരാജ് പറഞ്ഞ മാതിരി കൊല വരട്ടെ, കൊല വെട്ടട്ടെ, കൊല വിൽക്കട്ടെ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എന്നറിയോ. പക്ഷേ ഓൾമോസ്റ്റ് ഒരുവിധം വാഴയൊക്കെ നിലം പറ്റി. അമ്മാതിരിപ്പെട്ട മഴയാണ്. ഒരു ചോർച്ചയില്ലടോ. ഇങ്ങോട്ടും ഇറങ്ങാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. വെറും കിടപ്പ് പറയുമ്പോഴേക്ക് ഞാൻ ആവിടും. അതെൻ്റെ സ്വഭാവമായിപ്പോയി ഗൈസ്. അപ്പോൾ എല്ലാവരും സേഫാണ് അറിഞ്ഞാലൊരു സമാധാനമാണ്. ഏറ്റവും ഞാൻ പേടിക്കുന്നൊരു സംഭവം എന്താണെന്നറിയോ? വാർത്ത വെക്കാനോ. ഞാൻ കഴിയുന്നതും യൂട്യൂബിലൊന്നും ന്യൂസ് നോക്കാറേ ഇല്ല. കാരണം എന്താണ് അടുത്ത് എന്നുള്ളൊരു രീതിയിലാണ് ഈ 2025 വന്നതിന് ശേഷം നമ്മൾ നോക്കിക്കാണുന്നത്. ഓരോ ദിവസങ്ങളിലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ്. അപ്പം അടുത്തത് എന്ത് എന്ന് നോക്കി കാണേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ. അപ്പോൾ കഴിയുന്നതും ഞാൻ ഈ ന്യൂസൊന്നും കാണുന്നില്ല. ഈ തോരാത്ത മഴ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ആവശ്യത്തിന് പെയ്യാമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ആവശ്യത്തിനല്ല എന്നിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും ഉൾക്കൊള്ളൂലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനാലെ മാറും. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് മഴയും കൂടിയായി. അങ്ങനത്തെ ഒരു മഴ ഈ ഒരു വർഷം കിട്ടാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താ പറയുക, നല്ല രീതിയിൽ വന്ന് അവസാനിക്കുന്നൊരു മഴ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർഷത്തെ മഴയ്ക്കും ആദ്യമൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴ എന്ന് പറയുന്നത് പുതിയ കുട കിട്ടുക എന്നുള്ളതിൻ്റെ സന്തോഷമായിരുന്നു. എത്ര പേർക്ക് ആ സന്തോഷം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊക്കെ എന്ന് വെച്ചാൽ പുതിയ കുടയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. സഹോദരിമാർ ഉപയോഗിച്ച് ഒഴിവാക്കിയ കുടയായിരുന്നു എനിക്കൊക്കെ. കാരണം അല്ലേ ഉമ്മ ഉപയോഗിച്ച് ഒഴിവാക്കിയത്. അങ്ങനെ നമ്മൾ മൂത്ത ആൾക്കാർക്കാണ് കുട മേടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കൊക്കെ ഒരു വർഷം ഒരു കുട കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു വർഷം ജൂൺ 1-ാം തീയതി മഴ പെയ്യൂന്നുള്ളൊരു ഇതിൽ സ്കൂളിൽ പോകും. പക്ഷേ പെയ്യൂല, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പെയ്യുക. പക്ഷെ ഫസ്റ്റ് മഴ പെയ്യുന്ന സമയത്ത് ആ പുതുക്കുടയിൻ്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ വീണിട്ട് ആ ചേമ്പിലയിൽ വെള്ളം തട്ടിപ്പോകുന്നത് പോലത്തെ ആ ഒരു മൊമെൻറ്റുകളൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തെ മഴ. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ മഴയോ പേടിയാണ് ഗൈസ്. ഏതാണ് ആരുടെ ജീവനാണ് എടുക്കുക, എന്ത് നാശനഷ്ടമാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടാത്തൊരു മഴ. ഇപ്പം പലരും കമൻ്റ് ഇടും, മഴയല്ല മഴ. പറയാനറിയാഞ്ഞിട്ടല്ല, പക്ഷെ അത് അങ്ങനെ ശീലിച്ചു പോയി. നാട്ടിലെ ഭാഷയാണത്, അതങ്ങനെ ശീലിച്ചു പോയി. ചിലർ ഭാര്യ എന്ന് പറയില്ലേ, അവർക്കെന്താ ഭാര്യ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, അവർ അങ്ങനെ ശീലിച്ചു പോയി. അതേപോലെ തന്നെയാണ്. അപ്പം എന്തായാലും തോരാത്ത മഴക്കൊരു ചോർച്ച ഉണ്ടാവുമെന്ന് വിചാരിക്കുക.
ഒരു നാശനഷ്ടം ഇല്ലാതിരുന്നാൽ മാത്രം മതിയായിരിക്കും ദൈവമേ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല. അപ്പം അങ്ങനെയാണ് 2025 മഴ. 24 കണ്ണീരോടുകൂടെയാണ് മഴ നമ്മളെ പിടിച്ചു നിർത്തിയത്. ഇതങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു രാത്രി നേരം പുലർത്തുന്നപ്പോഴേക്ക് ഒരു നാട് തന്നെ ഇല്ലാതാക്കിക്കാൻ മഴ. എന്തായാലും ഏതായാലും ഈ മഴയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. കഴിയുന്നതും എല്ലാവരും സേഫായിട്ടിരിക്കാം. ഈ നാടൻ പണിക്ക് പോകുന്ന ആൾക്കാർ കുറച്ച് ദിവസം പോവാതിരിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും എനിക്കുള്ള ചിലവിൻ്റെ പൈസ നിങ്ങൾ കൊണ്ടുത്തരുമോ എന്നല്ല. കഴിയുന്നതും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വിട്ട് നിന്നാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ചിന്തിക്കണം. നമുക്കെന്തെങ്കിലും പറ്റിയാൽ ആകെ പോവുക നമ്മുടെ കുടുംബത്തിന് മാത്രമാണ്, വേറെ ആർക്കും അല്ല, ഒരാൾക്കും അല്ല. നമ്മുടെ ഭാര്യ നമ്മുടെ കുട്ടികൾ അവർക്ക് മാത്രമേ പോവുള്ളൂ. അതേപോലെ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. റോഡിൽ ഗ്രീസ്, ഓയിൽ ഇതൊക്കെ ആയി ഇപ്പം റോഡും മഴയും തമ്മിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ചിലപ്പം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റാത്ത മഴ ആയിരിക്കും. എത്ര വൈപ്പറിട്ടാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ പതിയെ സേഫായിട്ട് പോവുക. കുട്ടികളുണ്ട്, അവരെ പുഴയിൽ തോടിൽ അങ്ങനത്തെ ഒന്നും വിടാതിരിക്കുക. കാരണം എപ്പോഴാണ് വെള്ളം കുത്തി ഒഴുകിയാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിള്ളേരൊക്കെ പിടിച്ച് വീട്ടിലിരിക്കുക, പുറത്ത് വിടരുത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം. മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ മുത്തുമണികളൊക്കെ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കമൻറ്റിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം കിട്ടാനും ഓരോരുത്തർക്ക് കിട്ടാനും പ്രാർത്ഥിക്കുക. മഴ ഈ ഒരു വർഷം നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അവസാനിക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന. കൂടെ ടാറ്റാ.